സോ ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും കണ്ടു കാണും അല്ലേ നമ്മുടെ T20 ഹിസ്റ്റോറിക് വിൻ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ പോകുന്നില്ല, ബട്ട് കുറച്ച് റെക്കോർഡ്സ് ബ്രേക്ക് ആയിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ T20 വേൾഡ് കപ്പ് നേടുന്ന ആദ്യത്തെ ടീമായിട്ട് ഇന്ത്യ മാറി. 3 തവണ T20 വേൾഡ് കപ്പ് നേടുന്ന ആദ്യത്തെ ടീം, ഫസ്റ്റ് ടീം ടു ഡിഫെൻഡ് ദി എക്സിസ്റ്റിംഗ് ട്രോഫി. ആൻഡ് ഒരു കീ മലയാളി സ്റ്റാറ്റ് ഉണ്ട് ഇതിനകത്ത്. എപ്പോഴൊക്കെ നീണ്ടത് ഓവർ മാച്ചസ് അല്ലെങ്കിൽ ടൂർണമെന്റ് ഫൈനൽസ് ജയിച്ചിട്ടുണ്ടോ അതിലൊക്കെ ഒരു മലയാളി ഉണ്ടായിരുന്നു. 1983 സുനിൽ വത്സൻ, 2007 എം ശ്രീശാന്ത്, 2011 ശ്രീശാന്ത്, 2004 2026 സഞ്ജു സാംസൺ. വാട്ട് എ മാൻ, വാട്ട് എ സ്റ്റാറ്റ് അല്ലെ. ഇനിയും ഒരുപാട് മലയാളീസിന് ഹിസ്റ്റോറിക് വിൻസ് ആൻഡ് ഹിസ്റ്റോറിക് ടീംസിൽ പാർട്ടാൻ സാധിക്കാൻ ഇതൊരു പ്രചോദനമാവട്ടെ. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. മറ്റൊരു സ്പോർട്സ് ന്യൂസ് നമ്മുടെ US നിന്നാണ്. ഇന്റർ മയാമി മേജർ ലീഗ് സോക്കർ MLS ജയിക്കുകയുണ്ടായി. ആൻഡ് അതിന്റെ ട്രോഫി പ്രസന്റേഷൻ നടത്തിയത് മറ്റാരുമല്ല, ഡൊണാൾഡ് ട്രംപ്. വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഒരുപാട് ട്രോൾസിനും ആ ഒരു ഫംഗ്ഷൻ കാരണമായിട്ടുണ്ട്. മെസ്സി വാസ് പ്രസന്റ്, ദ ഹോൾ ടീം വാസ് പ്രസന്റ്. ട്രംപ് പറഞ്ഞു മെസ്സിക്കൊന്നും മനസ്സിലായ, ബട്ട് സ്റ്റിൽ മെസ്സി ചിരിച്ചുകൊണ്ടിരുന്നത് ഹോൾ ടൈം. സോ ഇഫ് ഈ സൂം ഔട്ട് ഫ്രം സ്പോർട്സ്, ബിസിനസ് സ്റ്റാർട്ടപ്സിലോട്ടൊക്കെ നോക്കുമ്പോൾ വാർണർ ബ്രോസ് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. ആൻഡ് ഏർലിയർ നെറ്റ്ഫ്ലിക്സ് ആ കമ്പനിയെ വാങ്ങിക്കും എന്നൊരു ന്യൂസ് വളരെ വൈറലും ട്രെൻഡിങ്ങും ആയിരുന്നു. ബിക്കോസ് നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രോസിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അൺഡിസ്പ്യൂട്ടഡ് സ്ട്രീമിംഗ് സർവീസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് മാറും. ബട്ട് നെറ്റ്ഫ്ലിക്സ് ഇനി അത് സ്വന്തമാക്കാൻ പറ്റില്ല. കാരണം ഈ ബിഡിങ്ങിലോട്ട് പാരമൗണ്ട് പിക്ചേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. പാരമൗണ്ട് ഓൾറെഡി ഒരു സ്ട്രീമിംഗ് സർവീസ് ഉണ്ട്. അതും വാർണർ ബ്രോസും കൂടെ മേർജ് ആയിട്ട് ഒരു ബിഗർ എൻറ്റിറ്റി, ശരിക്കും നെറ്റ്ഫ്ലിക്സിന് ത്രെറ്റ് ആവാൻ കെൽപ്പുള്ള ഒരു എൻറ്റിറ്റി ആവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ ന്യൂസിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഇറ്റേണലിന്റെ ഫൗണ്ടർ, അതായത് ദിപേന്ദർ ഗോയൽ സൊമാറ്റോ വിട്ട് വേറെ സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ആൻഡ് ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും ഇപ്പോൾ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത സ്റ്റാർട്ടപ്സിൽ നിന്ന് മാറി വേറെ സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റിലേക്ക് ലേറ്റസ്റ്റ് എൻട്രന്റ് അത് ബോട്ട്, ഓഡിയോ ബ്രാൻഡ് ആയിട്ടുള്ള ബോട്ടിന്റെ ഫൗണ്ടർ അമൻ ഗുപ്ത പുതിയൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ഓഫ് ബീറ്റ് സ്റ്റുഡിയോസ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പ് ആണെന്ന് പറഞ്ഞിട്ടില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എവിടെ, ബട്ട് കൂടുതലും എന്തെങ്കിലും ഓഡിയോ റിലേറ്റഡ് ആണ് എന്നാണ് പേര് കണ്ടിട്ട് തോന്നുന്നത്. അതുപോലെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഇപ്പോൾ ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൺസോന്റെ ഫൗണ്ടർ ഇപ്പോൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് AI കമ്പനീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കോൾഡ് എമർജന്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വെച്ച് നിങ്ങൾക്ക് കോഡിങ്ങിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്ക് പോലും ആപ്സും വെബ്സൈറ്റ്സും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സൈഡ് പ്രൊജക്ട്സ് ആയിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ വാർ കാരണം നേരത്തെ ഒരു വീഡിയോയില് ഷോർട്സ് നമ്മൾ ഇട്ടിരുന്നു എങ്ങനെയാണ് പ്രൈസ് ഹൈക്ക് സംഭവിക്കാന്ന്. ആൻഡ് ഇപ്പോൾ ഗ്യാസ്, LPG ഗ്യാസിന്റെ റേറ്റ്സ് കൂടിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ വാർ. ആൻഡ് കൂടുതൽ എഫക്ട് ചെയ്തേക്കുന്ന കൊമേഴ്ഷ്യൽ ഗ്യാസിനാണ്. ആൻഡ് കൊമേഴ്ഷ്യൽ ഗ്യാസിന്റെ റേറ്റ് കൂടുമ്പോൾ റെസ്റ്റോറൻറ്റ്സിന് എക്സ്പെൻസ് കൂടും. ആൻഡ് പതുക്കെ നമ്മുടെ ഫുഡ് കോസ്റ്റും അത് ഇമ്പാക്ട് ആവും. ഇന്ത്യയിലെ പേയ്മെന്റ് ബാങ്ക്സ് നോക്കുമ്പോൾ അതിൽ വൺ ഓഫ് ദ ടോപ്പ് ബാങ്ക്സ് ആണ് ഫിനോ പേയ്മെന്റ് ബാങ്ക്. മേജർലി 3 പേയ്മെന്റ് ബാങ്ക്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വൺ ഇസ് ജിയോയുടെ പേയ്മെന്റ്സ് ബാങ്ക് ഉണ്ട്, എയർടെലിന്റെ പേയ്മെന്റ്സ് ബാങ്ക് ഉണ്ട്, പിന്നെ ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്. ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് ഈയിടെ ന്യൂസിൽ വരികയുണ്ടായി. അവിടെ CEO വാസ് അറസ്റ്റഡ് ഡ്യൂ ടു GST ഇവേഷൻ. GST ടാക്സ് വെട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് CEOനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് അതിന്റെ ഡിസ്ക്ലോഷേഴ്സ് ആസ് വെൽ ആസ് റിയാലിറ്റി പുറത്തു തന്നെ കൊണ്ടുവന്നു. ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിന് ട്രാൻസിഷനിലോട്ട് ഇരിക്കുമായിരുന്നു. ആക്ച്വലി RBIയുടെ അപ്രൂവൽസും വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ബട്ട് അതിനെ ബാധിക്കില്ല എന്നാണ് ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് മുന്നേ നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ, ഇറ്റലി, സ്പെയിൻ എന്നീ കൺട്രീസ് ഒക്കെ പതുക്കെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തുകൊണ്ട് വരുവാണെന്ന് ഫോർ ചിൽഡ്രൻ. ആൻഡ് ഇന്ത്യയിൽ ഇപ്പോൾ ആദ്യമായിട്ട് കർണാടകയും ആന്ധ്രാപ്രദേശും ഒരു സോഷ്യൽ മീഡിയ ബാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കർണാടക ബിലോ ദ ഏജ് ഓഫ് 16 ആൻഡ് ആന്ധ്രാപ്രദേശ് ബിലോ ദ ഏജ് ഓഫ് 13. ഇത് കണ്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓൾസോ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു റെസ്ട്രിക്ഷന് വേണ്ടി. ബട്ട് അവര് ചെയ്യുന്നത് 8 to 12 ഇയേഴ്സ് വരെ ഒരു സെഗ്മെന്റ്, 12 to 16 ഇയേഴ്സ് വരെ വേറെ സെഗ്മെന്റ്. രാത്രിയിൽ ലോഗിൻസ് കുറയ്ക്കുകയും അല്ലെങ്കിൽ പാരന്റൽ ഗൈഡൻസ് ഉറപ്പുവരുത്തുകയും ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് പാർലമെന്റിലെ ഒരു ബില്ല് അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആൻഡ് that's it for today. See you in the next one.